ഹലോ മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി വർത്തായി ഉണ്ടാക്കലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടന്നാലോ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് പച്ചക്കായ എടുത്തിട്ട് അതിന് മുകളിൽ ചെറിയൊരു വരയിട്ടിട്ട് തോടൊക്കെ മാറ്റി വെച്ചിട്ട് ആ പച്ചക്കായ എടുത്ത് വെള്ളത്തിലോട്ടേക്ക് ഇടുക. ഇത് കറ പോക്കാനാണെന്ന് നിങ്ങൾക്കറിയാലോ. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പോക്കിയതിന് ശേഷം ഞങ്ങൾക്കറിയാത്തത് കൊണ്ട് ഒരു യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള പഴം. ഒരു മുഴുവനും ചട്ടിയിൽ പഴത്തോടുകളുണ്ടാവും. ഈ കായയുടെ തോട് കൊണ്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇതാണ് വീട്ടിലുണ്ടായ കായ്, ഇതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പച്ചക്കായാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ ചട്ടിയിലിരിക്കുന്ന മുഴുവൻ തോടുകൾ കൊണ്ടും ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊന്ന് വെള്ളരിക്കറിയിൽ ഒന്ന് കടുക് വറുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഉപ്പേരിക്കായി മുറിച്ചിടാൻ പോയി. ഇത് വറുത്തായിക്കല്ല, ഇത് ഉപ്പേരിക്ക് മാത്രമാണെന്ന് നിങ്ങൾക്കറിയാലോ. അതിനിടയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ തന്നെ ഇടുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പറ്റിയെങ്കിൽ ഒരു കമൻറ്റും കൂടി അടിക്കണം. അതിനിടയിൽ ഞാനൊന്ന് തണുത്ത വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ സമയം തന്നെ 12:15 ഇതാണ് വീട്ടിൽ ഞങ്ങൾ വാങ്ങിയ പുതിയ ഫ്രിഡ്ജ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഉപ്പിലിട്ട സാധനം കണ്ടു. അപ്പോൾ അത് ഞാനെടുത്ത് കഴിച്ചു. അതിനുശേഷം ഞാൻ വർത്തായിക്കായി പച്ചപ്പഴം എടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ട് അരച്ചിട്ട് അതിനുശേഷം ഇതാണ് നമ്മുടെ മെയിൻ പുള്ളി. ഇയാൾ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ശേഷം ഒരു തുള്ളി നിലത്ത് പോയി. അത് ഞങ്ങളോട് അറിയാതെ പോയാണ്. നിങ്ങളൊരു തുള്ളി വെളിച്ചെണ്ണ പായാക്കരുത്. വെളിച്ചെണ്ണക്ക് തീ കലത്തുന്ന വിലയാണ് ഈ നാട്ടിൽ. അപ്പോൾ ഈ ചട്ടിയിൽ ഞങ്ങൾ അടുപ്പത്താണ് ചൂടാക്കുന്നത്. അപ്പോൾ എന്തിനൊരു രുചി ഉണ്ടാകുന്നത് അടുപ്പത്തുണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളവും വേണം ഇതിൽ. അപ്പോൾ ഞങ്ങൾ പഴം അരച്ചതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ കുമിള പൊന്തും. അപ്പോൾ നമ്മൾ ഇത് ചൂടായതിന് ശേഷം ഒരു കയ്യിൽ നിറച്ചും കായിൻ്റെ മുറിച്ചിട്ട ഭാഗങ്ങൾ എടുത്തിട്ട് എണ്ണയിലോട്ടേക്ക് ഇട്ടു. അപ്പോൾ തന്നെ ആവി പാറി എൻ്റെ കൈയൊക്കെ പൊള്ളിയിരുന്നു. പക്ഷെ അത് സാരമില്ല, നമുക്ക് ഫുഡ് ഈറ്റിംഗ് ആണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ വാർത്തായി നല്ല മൊരിമൊരിഞ്ഞ് വരുന്നുണ്ട്. ഈ വർത്തായിയാണ് നമ്മൾ ഭരണിയിലിട്ട് കടയിൽ പോയി വിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് റെഡിയായതിനു ശേഷം ആ എണ്ണയിലോട്ടേക്കൊന്ന് മഞ്ഞൾപ്പൊടി വെള്ളം കൂടിയും ചേർത്തിട്ട് ഉപ്പും കൂട്ടി ഉപ്പ് പുറത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ വർത്തായും കൂടി ഇട്ട് മിക്സാക്കിയാൽ ഈ